എക്സ്റ്റീരിയർ വൈറ്റും വേണം ബ്ലാക്കും വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വൈറ്റ് മാത്രം മതി. അപ്പൊ ബ്ലാക്ക് വേണ്ട. വേണ്ട. വൈറ്റ് നമ്മുടെ ഇതാണ് നമ്മുടെ വൈറ്റ് കളർ വരുന്നത്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ഏ ഓക്കെ 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 ഓക്കെ. അപ്പൊ എക്സ്റ്റീരിയർ ഇനി ഒന്നുമില്ല. ആ നമുക്ക് ഇന്റീരിയറിലേക്ക് കടക്കാം. ഓക്കെ. ഇന്റീരിയറിൽ ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് തൊട്ട് തുടങ്ങാം. യെസ്. ഒരു മിനിറ്റ്. ഹലോ, കാണുന്നില്ലേ? ഇത് ലിവിങ് അല്ലല്ലോ, ഇത് ഫാമിലി ലിവിങ്. ഓക്കെ. ഇതില് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പയ്യെ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെ? ഈ ഫാമിലി ലിവിങ്ങിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഈ ഫ്ലോറിന്ന് നമ്മള് വിൻഡോ വെച്ചില്ല പുറത്തേക്ക് ഇറങ്ങുന്നത്, അവിടെ സ്റ്റെപ്പായിട്ട് ഒരു ഹൈറ്റ് പൊന്തിയത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഫ്ലോറ്. അതായത് ഇവിടെ പൊന്തി ഇവിടെ താഴ്ന്ന്. അതേപോലെ ഓപ്പോസിറ്റ് വിൻഡോന്റെ അവിടെ. വിൻഡോയുടെ അവിടെ? അത് ഇവിടെ ഇവിടെ വിൻഡോയുടെ ഇതല്ലേ വന്നേക്കുന്നത് ഇവിടെ? അവിടെ വിൻഡോ, അതായത് പുറത്തേക്ക് ഓപ്പണിംഗ് ആണ്. ഇപ്പൊ ഇവിടുന്ന് അതായത് അതിൽ എൻട്രൻസ് ഉണ്ട് പുറത്തേക്ക്. അത് അവിടുത്തെ ഫ്ലോർ ലെവലിലാണ് വേണ്ടത്, ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇത് ഫുൾ ആയിട്ടാണ് വേണ്ടത്? അതെ അതെ അതെ, അത് ഫ്ലോർ ലെവലിലാണ് അത് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, ശരി. ഇത് ഫ്ലോർ ലെവലിൽ ഉണ്ടാവും. ഇവിടെ ഇത് പൊങ്ങി താഴ്ന്നിരിക്കുകയാണ്. അവിടെ ഒരു 15 സെന്റിമീറ്റർ ഒരു താഴ്ച ഉണ്ടാവും, പൊങ്ങലുണ്ടാവും. അതുള്ളതാണോ? അതുള്ളതാണ്. ഓക്കെ, അതില് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഇതില് ഈ ജനല് ഫുള്ളായിട്ട് വരണം, ഫ്ലോറിന്റെ അവിടം വരെയും വരണം. അതെ. ഇനി ബാക്കി വല്ലതും ഉണ്ടോ ഇതില്? പിന്നെ ഈ ഇവിടെ എന്താ ഒരു മിനിറ്റ്, ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറുന്നില്ല ആ ഭാഗത്ത് കാണിച്ച്. ഫ്ലോർ അവിടെ എന്തൊരു ഇതുപോലെ കാണുന്ന എന്താ? ആ ടൈല് ഈ എൻഡ് വരെ വരാത്തത് എന്താ? ഇവിടെയാണോ? അതെ, അതായത് സോഫ ഇവിടെ വീണ്ടും ഇട്ടിരിക്കുന്നോണ്ടല്ലേ? സോഫ അങ്ങോട്ടല്ല, ഈ വൈറ്റ് നമ്മളാ ലൈറ്റ് വെച്ചില്ലേ, സ്റ്റാൻഡ് ലൈറ്റ് വെച്ചില്ലേ, ആ ഏരിയ എന്താ ടൈലില്ല? അതായത് ഈ പാർട്ടീഷന്റെ പൊക്കത്താണ് ഈ സ്റ്റാൻഡ് വെച്ചേക്കുന്നത്. പാർട്ടീഷൻ എത്ര ഹൈറ്റിലാണുള്ളത്? പാർട്ടീഷൻ ഹൈറ്റ് എനിക്കറിയത്തില്ല, എത്രയാ പറഞ്ഞിരുന്നത്? കുറച്ചധികം ഹൈറ്റ് ഉണ്ട്. 15 സെന്റിമീറ്റർ ഹൈറ്റേ പാടുള്ളൂ. അതായത് ആ ഫ്ലോർ നേരെ ഡൈനിങ്ങിന്റെ ഫ്ലോറിൽ നേരെ ഇതിലേക്ക് ഇറങ്ങുന്ന രീതി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ഫ്ലോ ഇത്രയും വേണ്ട, ഇത് നേരെ ഇറങ്ങുന്ന രീതിയിലാണ് വേണ്ടത്. അങ്ങനെ വേണ്ടത്. ശരി, അതങ്ങനെ. പിന്നെ TV യൂണിറ്റ്, കർട്ടൻ. പിന്നെ ഈ സ്റ്റെയറിന്റെ ഗ്ലാസ് ഗ്ലാസ് നമുക്ക് ഗ്ലാസ് അതെന്താ അങ്ങനെ വരുന്നേ? അത് എന്തുള്ള ഗ്ലാസ്സാ പറഞ്ഞേ? ഞാൻ പ്ലെയിൻ ഗ്ലാസ്. ബ്ലാക്ക് അല്ലേ തന്നെ? ഇത് ഇങ്ങനെയല്ലല്ലോ ഗ്ലാസ് ഉണ്ട്, നമ്മള് ഇപ്പൊ വിൻഡോന്റെ ഗ്ലാസ് കാണുന്ന പോലെയല്ല ഇവിടെ കാണണ്ടേ. ഗ്ലാസ് നമുക്ക് ബ്ലാക്ക് ആക്കാം. നോക്കട്ടെ. സ്റ്റെപ്പിനെ വല്ലതും പറയാനുണ്ടോ? സ്റ്റെപ്പ്
സ്റ്റെപ്പ് കറക്റ്റ് നിങ്ങൾ നോക്കി വെച്ചതന്നെയല്ലേ, ഹൈറ്റും അതെ കാര്യങ്ങളും അതെ അതെ ഹൈറ്റ്. അതെ അതെ. ഓക്കെ, അപ്പൊ ഫാമിലി അവിടെ ലിവിങ്ങിന് ഇത്രയല്ലേ ഉള്ളൂ? ഫാമിലി ലിവിങ്ങിൽ അത് ക്ലിയർ ചെയ്യാ. ടി വി യൂണിറ്റ് ഒക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ ഈ അടുത്തതിലേക്ക് പോവാം. അതായത് ഫ്ലോർ, ഡൈനിങ്ങിന്റെ ഫ്ലോർ നേരെ ഇതിന്റെ ഈ ഇറക്കം വരെ വേണേ. അത് പറഞ്ഞു. പിന്നെ ഈ നമ്മുടെ ജനലിന്റെ കാര്യവും പറഞ്ഞു. ഓക്കെ, പിന്നെ ഗ്ലാസിന്റെ കാര്യം, സ്റ്റെയർ ഇതിന്റെ കേസിന്റെ ഗ്ലാസ്. കളറൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഏത് കളറ്? നമ്മളിപ്പോ ഈ സോഫന്റെ ബാക്കിലുള്ള ആർച്ച് ചെയ്തില്ലേ, അതിനോട് ഗ്രേ ഷെയ്ഡ് ചെയ്തില്ലേ? ഇതാ ആ, അവിടെ ഒരു കള്ളിയായിട്ട് വരുന്നുണ്ട്, അതെന്താ സംഭവം? അത് ഡിസൈൻ. ഇത് ഇവിടെ ഇവിടെ പുറത്ത് ഇതല്ലേ കർട്ടനോട് ചാരിട്ട് രണ്ട് ഭാഗത്തും ഒരു സ്ക്വയർ വരുന്നത്. ഇതാ ഇത് ഇത് ആ, ഇത് അത് അതെങ്ങനെയാ? എന്താ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നില്ല, എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അതൊരു ഡിസൈൻ ആണ്. എങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അത് എന്നിട്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറെ കളർ അതായത് ഒന്ന് ഇത് ചെയ്ത്. ഫുള്ളാണോ അത് ഇത് മാത്രമാണോ? അല്ല, ഫുള്ളായിട്ട്, അതായത് ആ ആർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം. എന്ത് കളർ ഉദ്ദേശിക്കുന്നേ? ഇവിടെ ഒരു ഡാർക്ക് നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഒന്ന് കളർ ചേഞ്ച് ചെയ്തെന്ന്. ഡാർക്കാ? ശരി, അത് നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. പ്യുവർ ഡാർക്ക് ഒരു ഇന്നത് കളറാ പറഞ്ഞുതരാ. കളർ നമുക്ക് പിന്നെ പറഞ്ഞു തന്നാ മതി, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം, ടൈം കളയണ്ട. ഓക്കെ ഓക്കെ. അടുത്തത് ഡൈനിങ് കേട്ടാ. ഓക്കെ, നോട്ട് ചെയ്യണില്ലേ പറഞ്ഞത്? നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചേക്കുക, അതിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെ. കാണുന്നുണ്ടോ അടുത്തത്? ഇല്ല, സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ? ഓക്കെ. ഇത് നമ്മുടെ ഡൈനിങ്. എക്സ്റ്റീരിയറിൽ ഈ വിൻഡോ ആണോ ചെയ്തത് നമ്മള്? എക്സ്റ്റീരിയറിൽ ഈ വിൻഡോ തന്നെയാണോ ചെയ്തത്? ഡൈനിങ്ങിന്റെ ഈ വിൻഡോ അല്ലേ? അത് തന്നെയാണോ? അത് തന്നെ ചെയ്തത്. അത് നമുക്കൊന്നും കൂടെ നോക്കാം. ഓക്കെ. ബാക്കി എന്തെങ്കിലും ഈ വാഷ് ബേസിന്റെ ഏരിയ അല്ലേ, അതിന്റെ ഈ കളറ്, ഈ ഡാർക്ക് കളർ, റെഡിഷ് കളർ ചെയ്തതാ. ഇവിടെ അതൊന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് എന്താ ഒരു ലൈറ്റ് കളർ കൊടുക്കാം, ലൈറ്റ് ആ, ഓവൽ ഷേപ്പ് അതായത് ഒരു കൊടുക്കാം. ഓഫ് ലൈറ്റ് കൊടുത്തായിട്ട്, ഒരു ഓഫ് വൈറ്റ്, ഡാർക്കും അല്ല മറ്റേ ലൈറ്റും അല്ലാത്തൊരു ഷെയ്ഡ് അല്ലേ? ഓക്കെ, അത് കൊടുക്കാം. ഓക്കെ. ബാക്കി ഡൈനിങ് ഇപ്പുറത്തെ വളവട്ടെ. ഈ നമ്മൾ ഡിസൈൻ ചെയ്ത വളം നോക്കട്ടെ. പിന്നെ ഈ കിച്ചന്റെ ഡോർ ഇതാ, ഇതിപ്പോ അങ്ങനെ അത് എങ്ങനെയാണ് ഡോർ വരുന്നത്? കിച്ചണിന്റെ ഡോറാ? സ്ലൈഡിങ് ആണ്, പക്ഷെ അവിടെ ഒരു പാർട്ടീഷൻ ഉള്ള പോലെ കാണിക്കുന്ന എന്താ? ഇവിടെ അല്ലേ? നമുക്കത് ഒഴിവാക്കി സ്ലൈഡിംഗ് ഡോർ ഫുൾ ആക്കാം. അതാണ്. ഇനി അടുത്തത് ഇതിന്റെ സീലിംഗ് ഒക്കെ ഇങ്ങനെ വരും. ചാൻലിയർ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ? വലിയ സൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അടിയിൽ കാണുമ്പോൾ. ചാൻലിയർ ഇല്ലേ, അതെന്താ? ഈ ചാൻലിയറും, അതായത് നമ്മള് ഇത്ര താഴേക്ക് വരുമോ? ഇതാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാം ലൈറ്റ് സീലിംഗിൽ ചാൻലിയർ ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ്. ഇത് അത് നമുക്ക് കുറച്ച് ഷോർട്ട് ആക്കാം, അത് അത്രയും താഴേക്ക് വരത്തില്ല. അതാ. അപ്പൊ എന്താ പറയുക, വ്യൂല് കാണുമ്പോ. പിന്നെ ഈ ഇപ്പുറത്തെ ഒരു ഒറ്റ മിനിറ്റ്, സ്റ്റെയറിന്റെ അവിടെ അല്ല, സ്റ്റെയർ ലാൻഡിംഗ് ടോപ്പിലേക്ക് കയറുന്ന ആ ഭാഗല്ലേ, അവിടെ അല്ല, ലാൻഡിങ് രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന ലാൻഡിങ് ഫസ്റ്റ് ഫ്ലോർ. അതൊന്ന് സൈഡ് ചെരിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നത്, അത് ഇവിടുന്ന് ക്യാമറയുടെ വ്യൂവിന്റെ പ്രശ്നമാണോ? ക്യാമറയുടെ വ്യൂവിന്റെ പ്രശ്നമാണത്. ക്യാമറ ശരിയാക്കി എടുത്താൽ മതിയല്ലോ, അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് ചെറിഞ്ഞിരിക്കുന്നതല്ല. എന്താ നമ്മള് ഒരു വർക്ക് നമ്മൾ ഫൈനൽ ചെയ്യുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ വേണമെന്ന് പറയാ. അപ്പൊ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഡൈനിങ്, ഇനി ബാക്കി എന്തെങ്കിലും? ഈ വിൻഡോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വിൻഡോവും പിന്നെ ഇതിന്റെ കളറ്, കളറ്, പിന്നെ നമ്മുടെ
ഈ ഒരു സീലിംഗ് പിന്നെ വ്യൂ തരുമ്പോ ആ സീലിംഗ് കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വ്യൂ ആയിരിക്കണേ. അത് നമുക്ക് നിങ്ങൾക്ക് തന്നെ 360 പറ്റുള്ളൂ. അല്ലല്ലോ ഇപ്പൊ വേറെയൊക്കെ വ്യൂല് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, എന്താ അങ്ങനെ? അപ്പൊ ഞങ്ങൾക്ക് അത് ഒരു റെഫറൻസ് തന്നത് സീലിംഗ് ആ അടക്കം അത് കാണുന്ന നമുക്ക് രീതിയിലല്ലേ? മാക്സിമം നമുക്ക് എടുക്കാം. മറ്റേ അതേപോലെ ക്യാമറ ആംഗിളിന്റെ പ്രശ്നം, നമുക്ക് അതേപോലെ ഇതാക്കി നോക്കാം. നമുക്ക് അടുത്തേക്ക് കിടക്കാം. കിച്ചൺ ഓക്കെ. കിച്ചൺ നമ്മളിപ്പോ ഈ കളർ ആക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ശേഷം. അതൊരു എന്താ വെച്ചാ പറ്റ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന, നീ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണെന്ന് ഈ എനിക്കറിയില്ല. ബ്ലാക്ക് അല്ല, ഇത് നമ്മുടെ ഗ്രീനാ. നമ്മുടെ ഈ അത് മനസ്സിലായി. അതൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയാളെ. ഇത്രയും നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള വേണ്ട. അത് വേണ്ട, നിങ്ങൾക്ക് ശരി, ഇഷ്ടമുള്ള ഒരു ലൈറ്റ് കളർ ചെയ്താണ്. അതിന്റെ ഒരു ലൈറ്റ് കളർ ചെയ്യാം. ബാക്കി ബാക്കിയൊക്കെ ഓക്കെയാണ്. ബാക്കി കിച്ചൺ എല്ലാം ഓക്കെ. അതെ, ഇല്ലെങ്കിൽ ഇതുപോലെ സീലിംഗിന്റെ കറക്റ്റ് ഒരു വ്യൂ മാത്രം തരാനും പറ്റുമോ? അത് നമുക്ക് ഇനി രണ്ടിട്ട് എടുക്കുമ്പോ അങ്ങനെ നോക്കാം. എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി, നമുക്ക് എന്താന്നുള്ളത് പിന്നെ മനസ്സിലാവില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാട്ടാ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമില് ജസ്റ്റ് ഇതുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ പിക്ചർ ഒക്കെ വെച്ചതിന്റെ അലൈൻമെന്റ് ഫുള്ള് വേറെ ആയിട്ടാണ് നിൽക്കുന്നത്. രണ്ട് ഭാഗത്തും രണ്ട് ഡിഫറെന്റ്. അതായത് ഇപ്പൊ നമ്മളാ പിക്ചർ വെച്ചില്ലേ, ആ പിക്ചർ വെച്ചത് നോക്കൂ, രണ്ടും രണ്ട് അളവിലാണുള്ളത്, രണ്ട് സൈഡിലേക്കും. മനസ്സിലായി. ഇതല്ലേ, ഇത് നമുക്ക് ക്ലിയർ ആക്കാം. പിന്നെ അടുത്തത് ആ വാളിൽ തന്നെ നമ്മളിപ്പോ ഈ രണ്ട് എൻഡിലും വലിയ ഗോൾഡ് ലൈൻ കൊടുത്തില്ലേ, വിൻഡോന്റെ രണ്ട് എൻഡിലൂടെ. അതൊന്ന് അതല്ല, ഇതാ ഇവിടെ അത് നേരെ വിൻഡോയിലേക്കാണ് കയറിയത്. ഇപ്പുറത്ത് വിൻഡോയിലല്ല ഉള്ളത്, മനസ്സിലായോ? അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ചെയ്തത്. അപ്പൊ അത് രണ്ടും ഒരേ ഈക്വൽ ഡിസ്റ്റൻസിൽ ചെയ്യാം. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇപ്പുറത്തെ ചെറിയ ലൈനും ചെയ്യേണ്ടത്. അതിന്റെ സെന്റർ ചെയ്തിട്ടാണ് നമുക്ക് ഈ പിക്ചർ വെക്കേണ്ടത്. അതുപോലെ ഈ ഒരു സൈഡിൽ ഈ ആർച്ച് ചെയ്ത വാളില്ലേ, അതിലുള്ള ആ പിക്ചർ അതാ മേലെ എന്തൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ആർച്ച് ചെയ്ത് ഇപ്പുറത്തെ ബാത്റൂമിന്റെ വാള്. ബാത്റൂമിന്റെ വാള് പറ്റേ ഈ ആർച്ച് ചെയ്തന്നെ, അതിന്റെ മേലുള്ള ആ ഡിസൈൻ ഒഴിവാക്കിയേക്ക്. അതല്ല, ഇവിടെ ബാത്റൂമിന്റെ ഈ വാള് ബെഡ്റൂമിൽ അതില് ആ രണ്ട് പോയിന്റ് അത് രണ്ടും ഒഴിവാക്കി. അതിലെ കളറും ഒന്ന് ചേഞ്ച് ചെയ്താക്കി. ഫുള്ളാണോ അതോ ഇതിലെ മാത്രമോ? അതായത് അത് രണ്ടും ഒഴിവാക്കുക, ആ രണ്ട് ഫ്ലവർ ഒഴിവാക്കുക. എന്നിട്ട് ആർച്ചിന്റെ ആ കളറ് ഒന്ന് ഒരു ഗ്രേഷ് ഒരു ഡാർക്ക് ചെയ്താൽ മതി. ശരി. പിന്നെ അടുത്തത് ബാക്കിയൊക്കെ ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ബാത്റൂം നോക്കാല്ലേ, ഓക്കെയാണ്. ബാത്റൂം നിങ്ങൾ തരുമ്പോ ഇപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂം തരുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫോട്ടോസ് തരൂലേ, ആ ഫോട്ടോസ് തരുന്ന അതിന്റെ കൂടെ തന്നെ അതിന്റെ ബാത്റൂമും ഉൾക്കുന്ന ഇന്ന റൂമിന്റെതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ റൂമിന്റെ 4 ഫോട്ടോസ് അയച്ചു തരുന്ന അതിന്റെ താഴെ തന്നെ ആ റൂമിന്റെ ബാത്റൂമും ചെയ്ത് തന്നാൽ മതി, അയച്ചാൽ മതി. അടുത്തത് ഈ ബെഡ്റൂം. ഇത് ഈ ബെഡ്റൂം കുഴപ്പമില്ല. ആ എസിന്റെ പോയിന്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, എസിന്റെ ഡിസൈൻ ഒന്ന് മാറ്റി വെച്ചാൽ. വിൻഡോന്റെ ഉള്ളിലേക്ക് ആയിക്കോട്ടെ കർട്ടൻ. വിൻഡോന്റെ ഉള്ളിലേക്കാ? വിൻഡോന്റെ ആ കട്ടിങ് വരുന്നല്ലോ, അതിന്റെ ഉള്ളിലായി കർട്ടന് ഉള്ളിൽ പോകുന്ന ടൈപ്പ് ആയിക്കോട്ടെ. പിന്നെ എസിന്റെ ഡിസൈൻ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ശരി. ബാക്കിയെല്ലാം ഉണ്ടല്ലേ? ഓക്കെയാണ്.
ഓക്കെ ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. എല്ലാത്തിനും നിങ്ങളെ സീലിംഗ് അടക്കമുള്ള ഒരു വ്യൂ തന്നാൽ ഏറ്റവും ഉഷാറായി. ശ്രമിക്കാം. ഇത് നേരത്തെ കണ്ടതാണ്. ഇച്ച നമ്മൾ പറഞ്ഞില്ലേ, ഇതിലും കുഴപ്പങ്ങളില്ല. മറ്റേ അടുത്ത പോർഷൻ ഏതാ വേണ്ടേ? ഫസ്റ്റ് ഫ്ലോറിലെ പാസേജും ലിവിങ്ങിന്റെ ഏരിയ ഒക്കെ അല്ലേ? ലിവിങ്ങിന്റെ ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ. ഒരു മിനിറ്റ്. പാസേജ് ഇട്ടാ ഹാൻഡിലുകൾ എല്ലാം സെയിം ഹാൻഡിലാക്കണം. അതായത് ഇപ്പം സ്റ്റെയർ കേസ് കയറി വരുന്ന അതേ ഹാൻഡിൽ തന്നെ. ഇപ്പൊ സ്റ്റെയർ കേസിന്റെ അതേ ഹാൻഡ് റെയിൽ തന്നെ ഇവിടെ വരണം. ഇത് ഒക്കെ രണ്ട് ഹൈറ്റിലൊക്കെയാണ് ഉള്ളത്. ഹൈറ്റ് കുറഞ്ഞ അതേ രീതിയില്. അതായത് ഇപ്പൊ സ്റ്റെയർ ഗ്ലാസ് സെപ്പറേറ്റ് ഗ്ലാസ് മാത്രം മതി. ഗ്ലാസ്സിൽ നമ്മൾ അടിയിൽ നിന്ന് ഹാങ് ചെയ്തിട്ട് നിർത്തുന്ന ടൈപ്പില്ലേ. ഇതിന് ഫ്ലോറിൽ ടൈലിട്ടില്ല. ടൈലിട്ടില്ല. എന്താ അങ്ങനെ ഡിസൈനിൽ പ്യൂർ വൈറ്റ് ആയിട്ട് എടുക്കുന്നു? ഇതെന്താ ഈ ഡോർ അങ്ങനെ കിടക്കുന്നേ? സ്റ്റെയർ കയറി വരുമ്പോഴുള്ള ഒരു ബെഡ്റൂമിന്റെ ഡോർ കാണുന്നതാ. അവിടേക്ക് എങ്ങനെ ബെഡ്റൂമിലേക്ക് കയറുക അങ്ങനെ വെച്ചാല്? പഴയ പിക്കാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാൻ പുതിയതെടുത്ത് തരാം. ഓക്കെ, നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് ചെയ്യേണ്ടി വരും ഫസ്റ്റ് തൊട്ട്. ഇതിൽ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ ഇല്ലേ, അത് ഗ്ലാസ് നമ്മൾ പറഞ്ഞു. ശരി, ആ ഗ്ലാസ് തന്നെ നേരെ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് വരുന്ന രീതിയിൽ ഒരേ ഫിനിഷിൽ വരുന്ന സാധനം കേട്ടോ. ഈ ഹാൻഡിൽ ഒഴിവാക്കിയിട്ട് പിന്നെ ഈ ഡോർ ഇപ്പൊ അതിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലാണല്ലോ ഉള്ളത്. അത് നീക്കാം. അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഇപ്പുറത്തെ സൈഡ് കൂടെ ഈ ഹാൻഡിലും സെയിം ആക്കട്ടോ. ശരി. ഈ ഭാഗം എന്താ കാണാത്ത? ഡൈനിങ്ങിന്റെ ഈ ഡബിൾ ഹൈറ്റ് കാണുന്നില്ല. ലിവിങ് കാണുമ്പോൾ ഇത് പാസേജ് അല്ലേ? അപ്പൊ ഡൈനിങ്ങിന്റെ ഭാഗം നോക്കട്ടെ. ഈ ബെഡ്റൂമിലേക്കുള്ള വാതിലോടെ എവിടെ? ഇവിടെ ഡോർ ഉണ്ടല്ലോ ഈ ബെഡ്റൂമിലേക്ക്. അത് പുറത്തേക്കുള്ള വാതിലാണ്, ബാൽക്കണിയിലേക്കുള്ളതാണ്. അത് ഓപ്പൺ ഡ്രസ് ആണ്. ഇവിടെ ഇപ്പുറം അതല്ല, നിങ്ങളിപ്പോ ഒരു പിങ്ക് കളർ ബെഡ്റൂം കാണിച്ചെന്നില്ലേ, അതിലേക്കുള്ള ഡോർ ഇവിടെ വരാ. അതൊന്നും വെച്ചിട്ടില്ലല്ലോ. ശരിയാട്ടാ, അത് വെച്ച് സെറ്റ് ആക്കി തരാം. ശരി, അടുത്തത്. അപ്പൊ അത് ഇവിടെ വരാ, ഈ വാളില്. ഇവിടെ ഇവിടെ വരും. പിന്നെ ഫ്ലോർ ഒന്നും ചേഞ്ച് ചെയ്യണം. ഫ്ലോർ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മാറ്റിയിട്ട് ഒരു താഴെ ചെയ്ത പോലത്തെ ഉള്ള. നമുക്ക് ചേഞ്ച് ചെയ്യാം. പാസേജ് കഴിഞ്ഞാ? പാസേജ്. ഈ വാളിൽ എന്തെങ്കിലും ഡിസൈൻ വേണം. താഴെ ചെയ്തില്ലേ, താഴെ ചെയ്ത പോലെ ഉള്ള എന്തെങ്കിലും POP കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ നോക്കാം. ഇത് എല്ലാ ഹാൻഡിലുകളും സെയിം ആക്കുക, ഒരേ ഡിസൈനില്. അതായത് സ്റ്റെയർ കേസിന്റെ ഗ്ലാസ് വെക്കുന്ന അതേ രീതിയിൽ തന്നെ ആക്കുക. ഇത്രയല്ലേ ഉള്ളൂ? ഇതിൽ അത്രേ ഉള്ളൂ. ഇനി അപ്പുറത്തെ റൂം കൂടി ഉണ്ടാവും. ഞങ്ങൾക്ക് 3 മണിക്ക് വേറൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്. ബാക്കി നമുക്കൊരു 5 മണിക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.